ഹായ് ഹലോ വെൽക്കം ബാക്ക്. നല്ല മഴയാണ് കേട്ടോ. അൽഹംദുലില്ലാ, ഒരുപാട് കാലത്തെ ചൂടിന് ശേഷം നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തു. അപ്പം മഴ പെയ്താലും പാറലല്ലേ, ചെറുതായിട്ടൊന്ന് ചാറ്റിൽ വരില്ല. ഇത് നല്ല പോലെ ഒരു മണിക്കൂറോളം നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തു കേട്ടോ. മനസ്സും ശരീരവും മണ്ണും ഒക്കെ ഒന്ന് കുളിർന്നു. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. കാരണം മഴയിലായാലും ചായക്ക് എന്തെങ്കിലും കടിയാക്കാൻ ആഗ്രഹം ഉണ്ടാവും. ചായ കുടിക്കാൻ വിചാരിക്കും. ചായ കുടിച്ചു അല്ലെങ്കിൽ ചൂടിനൊന്നും വലിയ താല്പര്യമില്ല. ചായ കുടിക്കാൻ തന്നെ താല്പര്യമില്ല അല്ലേ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചുറൂസാണ് കേട്ടോ, കുട്ടികളുടെ ഫേവറേറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തത്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ബട്ടർ തന്നെയായിരിക്കും. ഞാനിപ്പോൾ ഒരു 50 ഗ്രാമോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി കൊടുക്കുക. അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി കൊടുക്കുക. ഈ മെൽറ്റായിട്ട് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഓക്കെ ആയി എന്ന് തോന്നിയാൽ ലോ ഫ്ലെയിമിൽ വെക്കുക. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും പ്രശ്നമില്ല. ലോ ഫ്ലെയിമിൽ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ചെയ്യുന്നത്. 1/4 കപ്പ് നമ്മുടെ മൈദപ്പൊടി, നമ്മളെടുത്ത പാലെടുത്ത അതേ പാത്രത്തിൽ 1/4 കപ്പോളം മൈദ എടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. എന്താ വെച്ചാൽ ഫ്ലെയിം വെച്ചാൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇതാ ഞാൻ പാത്രത്തിൽ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ തരികളൊന്നും ഇല്ലാതെ കുറഞ്ഞ സമയം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട വേണം. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ തലത്തിലേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഈ അളവിൽ ഒരു മുട്ട ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. കാരണം ഇതന്നെ ഒഴിച്ചിട്ടാകുമ്പോൾ അത്യാവശ്യം വലിയ മുട്ട ആയതുകൊണ്ട് ഇതന്നെ ഒഴിച്ചിട്ടാകുമ്പോൾ നല്ല കൺസിസ്റ്റൻസി ഉണ്ട്. ഒരു ലൂസും അല്ല എന്നാൽ ടൈറ്റും അല്ലാത്ത ഒരു ലെവലായിട്ടുണ്ട്. നമുക്ക് ഒരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഇത് വേണ്ടത്. അപ്പം ഇനി ഒരു മുട്ടയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം ലൂസാവും, നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു മുട്ട മാത്രമാണ് കേട്ടോ. ശരിക്കും ഇതിന് 2 മുട്ടൻ്റെ അളവാണ്. പക്ഷെ എൻ്റെ വലിയ മുട്ട ആയതുകൊണ്ട് ഇതന്നെ മതി. അപ്പോൾ ഇനി ഞാനിതാ ഇതുപോലത്തെ ഒരു സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ നോസിലാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ. പിന്നെ അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുറൂസിൻ്റെ അച്ച് നോസിൽ ഇതല്ല, വലിയ നോസിലാണ് വേണ്ടത്. എനിക്ക് അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ലുക്ക് കിട്ടിയിട്ടുള്ള കേട്ടോ. പക്ഷേ ടേസ്റ്റ് ചുറൂസിൻ്റെ ടേസ്റ്റ് ഇതന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് പൈപ്പിംഗ് ബാഗിലേക്ക് ഡോ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ചുറൂസിൻ്റെ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കോ ലഞ്ച് ബോക്സ് റെസിപ്പിയോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കുറിക്കാനോ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ഇതാ ഫ്ലെയിം നമുക്കിത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മുടെ മുറുക്കെല്ലാം ഇല്ലേ ആ ലെവലിലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു കയ്യിൽ സിസറും ഒരു കയ്യിൽ നമ്മുടെ ചുറൂസിൻ്റെ ഇതും പൈപ്പിംഗ് ബാഗും ഇങ്ങനെ വെച്ചിട്ട് നല്ല അമർത്തി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുക. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ചുറൂസ് കുറച്ചും കൂടി വലുതിലാണ് ഉണ്ടാവുക. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ മുറുക്കിൻ്റെ ആ ടേസ്റ്റേ ആ ലുക്കേ വന്നിട്ടുള്ളൂ. വലിയ ന്യൂസിലുണ്ടെങ്കിലേ നമുക്കിത് വലുതായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് കുക്കായി വരണ്ടേ, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. കുറഞ്ഞ ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ഇത് ചൂടോടുകൂടി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ എനിക്കിപ്പോൾ ഇതേ അളവിൽ 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാനുണ്ടായിന് കേട്ടോ. കുറച്ചേൽ നമ്മൾ ഇടുന്നില്ലോ. ഒന്നാമത് കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് അടുപ്പിച്ചാകുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കും. ശരിക്കും ഇത് നീളത്തിൽ നല്ല തടിച്ചിട്ടാണ് ഈ ചുറൂസ് വേണ്ടത്. അപ്പോൾ നോസിലിൻ്റെ മാറ്റാണ് ഇതിങ്ങനെ കാണാനുള്ള കാരണം. നോസിൽ കുറച്ച് വലിയ നോസിൽ തന്നെ എടുക്കുക. ഇനി നോസിലില്ലെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് മാത്രമാണ് വേണ്ടെങ്കിൽ ഇതൊരു കൊട്ടയിലിട്ടിട്ട്, പൈപ്പിംഗ് ബാഗും ഇല്ല നോസിലും ഇല്ല, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഇത് കഴിക്കാത്തവരാണെങ്കിൽ നമ്മുടെ സാധാ ഒരു ക്ലീനിങ് റാപ്പിലോ നമ്മൾ എന്ത് സാധനമൊക്കെ വാങ്ങുന്ന കൊട്ടയുണ്ടാവുമല്ലോ, അതിലോ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി.
എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ മക്കൾക്ക് ആക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ചുറൂസ് കഴിക്കാത്തവരോടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലുണ്ടല്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ആയാലും പ്രശ്നമില്ല, പൊടിച്ചതായാലും പ്രശ്നമില്ല. പൊടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് 2-3 ഏലക്കായ പൊടി ചേർത്തിട്ട് പൊടിച്ച് വെക്കുക. എന്നിട്ട് ഇത് ചൂടോടുകൂടി ഈ പഞ്ചസാരയിൽ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഞാനില്ലേ കുറച്ച് തണിയാനായിട്ട് വെച്ചിട്ട് പഞ്ചസാരയിൽ മിക്സ് ആയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ആദ്യം ചൂടോടുകൂടി ഇട്ടിട്ടാകുമ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലും വെച്ചിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. ചോക്ലേറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ന്യൂട്ടല്ലയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. ഒന്നെടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. കൂടെ തന്നെ മക്കൾക്ക് പിന്നെ പറയുക വേണ്ടല്ലോ, ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട, കഴിക്കാത്ത മക്കൾ പോലും കഴിച്ചു പോകും അല്ലേ. അപ്പോൾ ഇത് മഴയത്തെല്ലാം കുറച്ചിരിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. അടിപൊളി പെർഫെക്റ്റായിട്ടുള്ള ചുറൂസിൻ്റെ ടേസ്റ്റാണ്. മക്കളെല്ലാവരും കഴിക്കുന്നുണ്ട്. നല്ല പാത്രത്തോടെ കൊണ്ട് കൊടുത്ത് എല്ലാം ക്ലീൻ ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എന്ത് പലഹാരമാക്കിയാലും അടബാക്കിയുണ്ടാവും. ഇത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ട് വെച്ചിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത്, പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി തുടർന്ന് അടിപൊളിയായിട്ട് വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.